കഥ പാതി വഴിയിൽ പാർട്ട് 1. അവതരണം ഷെറിൻ നൗഷ. എന്തുകൊണ്ടായിരിക്കും പൂജ താൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നത്? മഹേഷ് ആശങ്കയോടെ വീട്ടിലേക്ക് ധൃതിയിൽ വണ്ടി ഓട്ടിക്കൊണ്ടിരുന്നു. പപ്പയും അമ്മയും ഒന്നും വീട്ടിലില്ലാത്തതാണ്. വൈകിട്ട് വേഗം എത്തുമെന്ന് പൂജയോട് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ഒരുപാട് വൈകിപ്പോയി. താൻ വരാൻ വൈകിയതിൻ്റെ പരിഭവമായിരിക്കും പൂജയ്ക്ക്. അതുകൊണ്ടായിരിക്കുമോ അവൾ ഫോൺ എടുക്കാതിരുന്നത്? മാളുവമ്മ വീട്ടിലുണ്ടായിരിക്കും. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. മഹേഷ് മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. താമസിയാതെ അവൻ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. വീട്ടിൽ ലൈറ്റ് തെളിയുന്നുണ്ട്. മഹേഷ് കാറ് പോർച്ചിലേക്ക് കയറ്റി വച്ചു. മാളുവമ്മ അവൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടതും വന്ന് വാതിൽ തുറന്നു. മാളുവമ്മേ, ഞാൻ കുറേ സമയമായി പൂജയെ വിളിക്കാൻ തുടങ്ങിയിട്ട്. അവൾ ഫോൺ എടുക്കുന്നില്ല. ഞാൻ ആകെ പേടിച്ചു പോയി. അവൻ വീടിനകത്തേക്ക് കയറി വന്നു. പൂജമോള് റൂമിലുണ്ട്. ഇപ്പം ഫുഡ് കഴിച്ച് അകത്തേക്ക് പോയതേ ഉള്ളൂ. മഹേഷ് ആശ്വാസത്തോടെ കോണിപ്പടികൾ കയറി തൻ്റെ മുറിയിലേക്ക് നടന്നു. പൂജ ഒരു തൊട്ടാവാടി പെണ്ണാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൾ പെട്ടെന്ന് പിണങ്ങിക്കളയും. അവൻ തൻ്റെ റൂമിന് മുൻപിലെത്തി വാതിലിൽ തട്ടി. പൂജയെ വിളിക്കാൻ ശ്രമിച്ചതും അകത്തുനിന്നും ആരോ സംസാരിക്കുന്ന ശബ്ദം മഹേഷ് കേട്ടു. അലക്സി, താൻ എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കൂ. ഞാനിപ്പോഴും നിൻ്റെ പണ്ടത്തെ പൂജയല്ല. നീ കാണണമെന്ന് പറയുമ്പോഴേക്കും എനിക്ക് ഇവിടുന്ന് ഓടി വരാൻ കഴിയില്ല. നിന്നെക്കുറിച്ച് ഓർക്കാത്ത ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല. മഹേഷിൻ്റെ നെഞ്ചിടിപ്പിന് വേഗത കൂടിക്കൂടി വന്നു. അകത്തുനിന്നും സംസാരിക്കുന്നത് പൂജയാണ്. ആരാണ് അലക്സി? അവൻ പൂജയുടെ സംസാരം കേൾക്കാനായി അവിടെ തന്നെ ശബ്ദമുണ്ടാക്കാതെ നിന്നു. താൻ എൻ്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കൂ. എനിക്കും നിന്നെ കാണാൻ ആഗ്രഹമുണ്ട്. പപ്പയോട് ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞതാണ് എനിക്ക് വിവാഹം വേണ്ടെന്ന്. ഞാൻ പറഞ്ഞത് പപ്പ അനുസരിച്ചില്ല. അശോകൻ സാറിൻ്റെ മകനെ അന്നേ പപ്പയ്ക്ക് മരുമകനാക്കണം. അലക്സി, 1 വർഷമായി ഞാൻ മഹേഷിനൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. ഈയിടെയായി അവനൊരു കുഞ്ഞിന് വേണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനിയും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പൂജയുടെ നേർത്ത വിങ്ങലും കരച്ചിലും മഹേഷ് കേട്ടു. അവളുടെ ഓരോ വാക്കുകളിലും അവൻ്റെ ഹൃദയം തകരുകയായിരുന്നു. പൂജ അലക്സി എന്നൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്നോ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 1 വർഷമായിരിക്കുന്നു പൂജയുടെയും തൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട്. ഒരിക്കൽ പോലും താൻ അവളെ വേദനിപ്പിച്ചിട്ടില്ല. ആത്മാർത്ഥമായി തന്നെയാണ് താൻ അവളെ സ്നേഹിച്ചത്. എന്നാൽ അവൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴായി ഒരു കുഞ്ഞിന് വേണമെന്ന് താൻ ആഗ്രഹം പറഞ്ഞപ്പോഴെല്ലാം അവൾ ഓരോ കാരണം പറഞ്ഞ് ഒഴിവാവുകയായിരുന്നു. അവളുടെ ഫോൺ വിളിയുടെ ശബ്ദം നിലച്ചു. മഹേഷ് പതിയെ ആ റൂമിൻ്റെ വാതിലിൽ തട്ടാൻ തുടങ്ങി. മുഖം തുടച്ച് പുഞ്ചിരിച്ച മുഖവുമായി പൂജ വന്ന് വാതിൽ തുറന്നു. മഹി, താനിപ്പോൾ വന്നു. അവൾ അവൻ്റെ കയ്യിലെ ബാഗും ഫോണുമെല്ലാം വാങ്ങി അകത്തേക്ക് കയറി. അവളുടെ മുഖത്ത് ഒട്ടും കുറ്റബോധമില്ല. അവനെ അത് ആശ്ചര്യപ്പെടുത്തി. പൂജ, ഞാൻ കുറേ സമയമായി തന്നെ വിളിച്ചിരുന്നു. ഫോണിൽ കിട്ടിയില്ല. അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. താൻ വിളിച്ചോ? ഞാൻ അറിഞ്ഞില്ല മഹി. ഞാൻ ശ്രദ്ധിച്ചില്ല. നീ താഴേക്ക് ചെല്ലു പൂജ. എനിക്ക് ചൂടുള്ളതെന്തെങ്കിലും കഴിക്കാൻ എടുത്തു വയ്ക്കാൻ മാളുവമ്മയോട് പറ. ഞാൻ കുളിച്ച് ഫ്രഷായി താഴേക്ക് വരാം. അവൻ മനഃപൂർവ്വം പൂജയെ താഴത്തേക്ക് പറഞ്ഞു വിട്ടു. അവൾ കോണിയിറങ്ങി താഴേക്ക് പോയെന്ന് അവൻ ഉറപ്പുവരുത്തി. ശേഷം പെട്ടെന്ന് തന്നെ അവൻ പൂജയുടെ ഫോൺ എടുത്തു നോക്കി. ഫോൺ ലോക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഒരിക്കലും താൻ ഈ ഫോൺ എടുക്കാറില്ലെന്ന് അവൻ ഓർത്തു. മുൻപൊരിക്കൽ അവൾ ഫോൺ തുറക്കുന്ന പാറ്റേൺ മഹേഷ് കണ്ടിരുന്നു. അവൻ ഫോണിൽ ആ പാറ്റേൺ വരച്ചു നോക്കി. ഭാഗ്യവശാൽ ആ ഫോൺ ലോക്ക് തുറന്നു വന്നു. അവൻ ഫോണിൽ ഫയലുകൾ ഓരോന്നായി ഓപ്പൺ ചെയ്തു നോക്കി. അലക്സി എന്ന് സേവ് ചെയ്തിട്ടുള്ള നമ്പറിൽ നിന്നും ദിവസവും വന്നിട്ടുള്ള ഒരുപാട് കോളുകൾ മഹേഷ് കണ്ടു. മറ്റൊരാളെ മനസ്സിലിട്ടുകൊണ്ടാണ് അവൾ ഇത്രനാളും തൻ്റെ കൂടെ കഴിഞ്ഞതെന്നോർത്തപ്പോൾ അവന് വല്ലാത്ത സങ്കടത്തിലായി പോയിരുന്നു. എന്നാൽ ഫോണിൻ്റെ ഗ്യാലറി തുറന്ന മഹേഷ് ഞെട്ടിത്തരിച്ചുപോയി. ഒരുപാട് ഫോട്ടോസുകൾ, തൻ്റെ ഭാര്യയ്ക്കൊപ്പം മറ്റൊരുത്തൻ നിൽക്കുന്ന ഒരുപാട് ഫോട്ടോകൾ,
ചിരിച്ചും കളിച്ചും കോഞ്ചിയും അലക്സിക്കൊപ്പം പൂജയുടെ ഒരുപാട് ഫോട്ടോസുകൾ. ഒരു ഫോട്ടോയിൽ പൂജയുടെ മടിയിൽ തലവച്ച് കിടക്കുന്ന അലക്സി. മഹേഷിൻ്റെ കാല് മുതൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു. എന്നാൽ മറ്റൊരു കാര്യം കണ്ട അവൻ്റെ കണ്ണുകൾ അനക്കമില്ലാതായിപ്പോയി. പൂജ അവനൊപ്പം നിൽക്കുമ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് താൻ അവൾക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി വാങ്ങിയതാണ്. അതിനർത്ഥം ഈ ആഴ്ചയിലും അവൾ അലക്സിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിനെ കാണാനെന്നും പറഞ്ഞ് പലപ്പോഴും പൂജ പുറത്തു പോകുന്നത് ഇവനെ കാണാൻ വേണ്ടിയാണല്ലേ? ഇവർ എപ്പോഴും കാണാറുണ്ട്. മഹേഷ് അവളുടെ വാട്സപ്പിലെ ചാറ്റുകൾ എടുത്തു നോക്കി. അലക്സിയോട് ഒരുപാട് സംസാരിക്കുകയും വിളിക്കുകയും അവൾ ചെയ്തിട്ടുണ്ട്. മനസ്സാകെ മരവിച്ച അവസ്ഥയിൽ അവൻ തൻ്റെ കട്ടിലിലേക്ക് ഇരുന്നു. എന്നാൽ ആ സമയത്താണ് അലക്സിയുടെ നമ്പറിൽ നിന്നും ആ ഫോണിലേക്കൊരു മെസ്സേജ് വന്നത്. പൂജ, എനിക്ക് നിന്നെ കാണാൻ കൊതിയായിട്ട് വയ്യ. മഹി വന്നിട്ടില്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യൂ. മെസ്സേജിനൊപ്പം തന്നെ ഒരു ഫോട്ടോയും കൂടെ അവൻ സെൻഡ് ചെയ്തു. അലക്സിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന പൂജയുടെ ഒരു ഫോട്ടോ. അതിലേക്ക് നോക്കി അവൻ സ്തബ്ധനായിപ്പോയി. അല്പസമയം കൂടി അവൻ അവിടെ തന്നെ ഇരുന്നു. തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയതോർത്ത് അവൻ്റെ ഉള്ളിൽ ദുഃഖിക്കുകയായിരുന്നു. പൂജ ഒരിക്കലും തന്നെ സ്നേഹിച്ചിട്ടില്ല. ഏറെ നേരം അനക്കമറ്റിരുന്ന അവൻ്റെ തോളിൽ പെട്ടെന്ന് ഒരു കൈസ്പർശം വന്ന് വധിച്ചു. മഹി. പൂജയുടെ കണ്ണുകൾ അവൻ്റെ കയ്യിലെ ഫോണിലുള്ള ഫോട്ടോയിൽ ഉടക്കി നിന്നു. തൻ്റെ ചുണ്ടുകളിൽ ഉമ്മ വയ്ക്കുന്ന അലക്സിയുടെ ഫോട്ടോ. അത് മഹിയുടെ കൈകളിലാണുള്ളത്. പൂജയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർപ്പ് പാഞ്ഞുപോയി. എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. മഹേഷ് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. അവൻ പൂജയുടെ നേരെ തിരിഞ്ഞു നിന്നു. അവൻ്റെ നോട്ടത്തിൻ്റെ തീക്ഷ്ണതയിൽ അവൾക്ക് ആ കണ്ണുകളെ നേരിടാൻ കഴിഞ്ഞില്ല. പൂജ, ഈ ഒരു വർഷക്കാലം നീ എന്നെ ചതിക്കുകയായിരുന്നു. ഒരിക്കലെങ്കിലും നിനക്കെന്നോട് തുറന്നു പറയാമായിരുന്നു. വിവാഹത്തിന് മുൻപ് ആരോടെങ്കിലും അടുപ്പമുള്ളത് പലപ്പോഴും പലർക്കും സംഭവിക്കാറുണ്ട്. പക്ഷേ വിവാഹം കഴിഞ്ഞ് ഇത്ര കാലമായിട്ടും നീ അവനെ സ്നേഹിക്കുകയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. മഹേഷിൻ്റെ വാക്കുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പാതി വഴിയിൽ എന്ന കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു.